അമ്മയെപ്പോലെ മോൾക്ക് ഭഗവതിയിൽ വിശ്വാസമില്ലേ? ഉണ്ട്, ഞാൻ എപ്പോഴും ഭഗവതിയെ വിളിക്കും. ആ ശക്തി തന്നെയാണ് അവിടെ നിന്നെ ഇപ്പൊ കൊണ്ടുവന്നത്. ഓടിപ്പോയവര് തിരിച്ചു വരില്ലെന്ന് ഉറപ്പില്ല. ഒരു കാര്യം ചെയ്യാം, നേരം വെളുക്കുന്നതുവരെ ഞാൻ നിങ്ങൾക്ക് കാവലിരിക്കാം. അയ്യോ വേണ്ട, അവിടത്തേക്ക് പോകാനുള്ളതല്ലേ, പൊയ്ക്കോളൂ. അതിനെന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. സഹോദരി ഒരു കാര്യം ചെയ്യൂ, കുഞ്ഞിനെയും കൊണ്ട് കുടിയിലേക്ക് കയറി വാതിലടച്ചോളൂ. ഞാനിവിടെ പുറത്ത് കാത്തിരുന്നോളാം. ആരുമില്ലാത്ത ഞങ്ങൾക്ക് വേണ്ടി. എല്ലാവരും എല്ലാവർക്കും വേണ്ടപ്പെട്ടവരാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ ദൈവത്തിന്റെ മക്കളാണെന്ന് പറയുന്നത്? ഈ സംഭവിച്ചത് എന്റെ സഹോദരിക്കാണെങ്കിൽ ഞാൻ അവർക്ക് കാവലിരിക്കുമായിരുന്നല്ലോ. അതുപോലെ കരുതിയാൽ മതി. അകത്തേക്ക് പൊയ്ക്കൊള്ളൂ. കുഞ്ഞിപ്പെണ്ണെ, പേടിക്കണ്ട കേട്ടോ, ഇനി ആരും വരില്ല. വലിയ ഉപകാരം. ഞാനൊരു പായെടുത്ത് തന്നാൽ അതിൽ കിടക്കാൻ ബുദ്ധിമുട്ടുണ്ടാവോ? ഒരു ബുദ്ധിമുട്ടുമില്ല, എടുത്തോളൂ. കുഞ്ഞിപ്പെണ്ണിന്റെ പേടി പോയില്ലേ ഇതുവരെ? മിടുക്കി. ഒരർത്ഥത്തിൽ ഞാൻ വന്നത് നന്നായി. ഞാൻ അന്വേഷിക്കുന്ന ഗുരുകുലം കണ്ടുപിടിക്കണമെങ്കിൽ തന്നെ നേരം വെളുക്കുമായിരുന്നു. ഞാൻ വഴിയിലോ ആയനെ. നിങ്ങൾ പോയി കിടന്നോളൂ. വാ. എന്തിനാ ഇവിടെ വന്ന് കിടക്കുന്നത്? കുട്ടി ആരാ? ഇവിടെ കുഞ്ഞിയും അവളുടെ അമ്മയല്ലേ താമസിക്കുന്നത്. നിങ്ങളാരാ? വഴിയെ പോയപ്പോ വന്ന് കിടന്നതാണോ? കുഞ്ഞിയുടെ അമ്മയോട് ചോദിച്ചോ? ആളല്പം ശൗര്യക്കാരിയാണല്ലോ. കുഞ്ഞി അമ്മേ എന്റെ സ്വന്തമാണ്. വെറുതെ കയറി ഉമ്മർത്ത് കിടക്കുകയാണോ? ഇതാരാ മല്ലിയമ്മേ? ഇദ്ദേഹം എന്തിനാ ഇവിടെ കിടക്കുന്നത്? ഇന്നലെ രാത്രി ഒരു സംഭവം ഉണ്ടായി വേദക്കുട്ടി. വേദക്കുട്ടി, ഞങ്ങളെ കൊല്ലാനായിട്ട് 2 പേര് വന്നു. അവര് ഞങ്ങളെ തീ വെക്കാൻ നോക്കിയപ്പോ ഇദ്ദേഹമാ വന്ന് രക്ഷിച്ചത്. ആരാ മല്ലിയമ്മേ അത്? ആരാ നിങ്ങളെ കൊല്ലാൻ വന്നത്? അറിയില്ല മോളെ. അധികാരമുള്ളവര് ശത്രുക്കളാകുമ്പോഴേ അവരവരുടെ ബലം കാണിക്കും. പേരെന്താ? ഗംഗാദത്തൻ. നാടെവിടെയാ? നാട് കുറച്ച് ദൂരെയാണ്. ഈ നാട്ടിൽ എന്തിനാ വന്നത്? വേദക്കുട്ടി ദേശമംഗലത്തമ്മയുടെ പൂജാരിയുടെ മകളാണ്. ഓ, പൂജാരിയുടെ മകളോ? ഞാൻ ഈ നാട്ടിലൊരു സ്ഥലം അന്വേഷിച്ചു വന്നതാ. ഇവിടെ ബഹളം കേട്ടതുകൊണ്ട് ഇങ്ങോട്ട് കയറിയെന്നേ ഉള്ളൂ. കുട്ടിക്കത് ബുദ്ധിമുട്ടായോ? ഇല്ല, എന്റെ മല്ലിയമ്മയും കുഞ്ഞിയെ രക്ഷിച്ച ആളല്ലേ, അതിന് നന്ദി പറയുകയല്ലേ വേണ്ടത്. ശരി, കുട്ടിക്ക് ഈ നാടൊക്കെ നന്നായിട്ട് അറിയോ? അറിയാം. ആ, എങ്കിൽ പറയൂ, ഈ ഗുരു ബ്രഹ്മദത്തിന്റെ ഗുരുകുലം എവിടെയാണ്? ഞാൻ അവിടേക്കാ വന്നത്. ബ്രഹ്മദത്തൻ ഗുരുവോ? അത് എന്റെ ഗുരുവല്ലേ? ഞാൻ ഗുരുവിന്റെ അടുത്താ പഠിക്കുന്നത്. അത് നന്നായല്ലോ. എന്നെ ഒന്ന് ഗുരുകുലത്തിൽ എത്തിക്കാമോ? ഞാൻ ഗുരുകുലത്തിലേക്കാ പോകുന്നത്. അതിനു മുമ്പ് കുഞ്ഞിപ്പെണ്ണിനെ കണ്ടിട്ട് പോവാന്ന് കരുതി. ആഹാ, അത്രയ്ക്ക് കൂട്ടുകാരാണോ രണ്ടുപേരും? ഇതെന്റെ സ്വന്തം കുഞ്ഞിപ്പെണ്ണ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ദൈവത്തെ പോലെ വന്ന് ഞങ്ങളെ കാത്തതിന് നന്ദിയുണ്ട്. എനിക്ക് അങ്ങനൊരു ചുമതല ദൈവം പറഞ്ഞു വെച്ചിട്ടുണ്ടാവും, അതുകൊണ്ടാ. മല്ലിയമ്മേ, സൂക്ഷിക്കണം കേട്ടോ. പാതിരാത്രി കൊല്ലാൻ ആളയച്ചത് ചിത്രഭാന തമ്പുരാൻ തന്നെയായിരിക്കും. തമ്പുരാനല്ലേ ദേഷ്യം മുഴുവനും. വേദക്കുട്ടി, എന്നാ നമുക്ക് ഇറങ്ങിയാലോ? ആ, ഇറങ്ങാം. കുഞ്ഞിപ്പെണ്ണെ, നീയും സൂക്ഷിക്കണം കേട്ടോ. എന്നാൽ പിന്നെ ഇറങ്ങട്ടെ. വരൂ. ഈശ്വര, ഇന്നലെ രാത്രി ഇങ്ങനെ ഒരാൾ വന്നില്ലെങ്കിൽ ഞാനും എന്റെ മോളും ജീവനോട് ഉണ്ടാവില്ലായിരുന്നു. കരയുന്നവരെ സഹായിക്കാൻ ദൈവം ആരെങ്കിലും അയക്കുമേ. യോഗിനി അമ്മ പറഞ്ഞതാ. യോഗിനി അമ്മ പറയുന്നതൊക്കെ സത്യമാണ്. ദേവി നമ്മുടെ കൂടെ തന്നെയുണ്ട്. ഭഗവതി ഉണ്ട്. ഓരോന്ന് നടക്കുമ്പോഴും ദേവി നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ.
വീട്ടിലേക്കുള്ള വഴി കുഞ്ഞിയുടെ വീടിന്റെ മുൻപിലൂടെയല്ല, പിന്നെ എന്താ അതുവഴി വന്നത്? വഴി അറിയാതെ. അതല്ല ഞാൻ പറഞ്ഞത്, വഴി അറിയാതെ എങ്ങോട്ട് വേണമെങ്കിലും നടക്കാമല്ലോ. അങ്ങോട്ട് നടക്കണമെന്ന് പ്രത്യേകിച്ച് തോന്നിയോ? അതെന്താ വേദക്കുട്ടി അങ്ങനൊരു സംശയം? അതെന്താണെന്നറിയോ? കുഞ്ഞ് എന്തെങ്കിലും അപകടത്തിൽ പെടുമ്പോഴൊക്കെ അവളെ രക്ഷിക്കാൻ ആരെങ്കിലും വരും. അത് ദേവി അയക്കുന്ന ആളെന്നാ ഞാൻ കരുതുന്നത്. അങ്ങനെ അയച്ചതാണോന്നറിയാൻ ചോദിച്ചതാ. അയ്യോ, എന്നെ ദേവി അയച്ചതൊന്നുമല്ല. ഞാനൊരു സാധാരണ മനുഷ്യനാണ്. എന്തായാലും നന്നായി, കുഞ്ഞി അമ്മയെ രക്ഷപ്പെട്ടല്ലോ. വേദക്കുട്ടി എപ്പോഴും അവിടെ പോകാറുണ്ടോ? ഉണ്ട്, എനിക്ക് എല്ലാ ദിവസവും കുഞ്ഞിയെ കാണണം. ആരും ഒന്നും പറയില്ലേ? അച്ഛനൊന്നും പറയില്ല. ബാക്കിയുള്ളവര്? ഞാൻ അച്ഛന്റെ മോളല്ലേ, അച്ഛൻ ശരിയെന്ന് പറയുന്ന കാര്യം എനിക്ക് ചെയ്യാലോ. മിടുക്കി. ആളുകൾ തമ്മിലുള്ള അകലം കുറയണമെന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. അതെങ്ങനെ കുറയും? ഒരുപാട് പഠിക്കുകയും അലയുകയൊക്കെ ചെയ്തിട്ടുള്ള ആളല്ലേ. അതെങ്ങനെയാണെന്ന് പറയൂ. ഓരോ തലമുറകൾ മാറി മാറി വരുംതോറും ആളുകളുടെ ചിന്തയിലും മാറ്റമുണ്ടാവും. ചിലപ്പോൾ ഒന്നോ രണ്ടോ, ചിലപ്പോൾ അതിൽ കൂടുതലോ തലമുറകൾ വേണ്ടി വന്നേക്കും. പക്ഷെ അവസാനം എല്ലാവരും പരമമായ ആ സത്യത്തിലെത്തും. ദൈവത്തിന്റെ കുഞ്ഞുങ്ങളാണ് നമ്മളൊക്കെ എന്ന്. ഇപ്പോ ജീവിച്ചിരിക്കുന്നവരൊക്കെ അന്നേക്ക് മരിച്ചു പോയില്ലേ? അപ്പോ അതുകൊണ്ട് എന്താ കാര്യം? ന്യായമായ ചോദ്യമാണ്. വേദക്കുട്ടിയുടെ അച്ഛൻ മരം നട്ടിട്ടുണ്ടോ? ഉണ്ട്. ഏതൊക്കെ മരങ്ങൾ? ആഞ്ഞിലിയുണ്ട്, ആലുണ്ട്, മാവുണ്ട്, കാഞ്ഞിരമുണ്ട്. ഈ പറഞ്ഞ വൃക്ഷങ്ങളൊക്കെ ഇപ്പൊ ചെറുതല്ലേ? അതെ. ഈ പറഞ്ഞ മരങ്ങളൊക്കെ ഫലങ്ങൾ തരണമെങ്കിൽ ഒരുപാട് വർഷങ്ങളെടുക്കും. അത്രയും വർഷം അത് കുഴിച്ചിട്ടയാള് ഭൂമിയിൽ ഉണ്ടാവണമെന്നില്ല. പക്ഷേ അയാൾക്ക് ശേഷം വരുന്നൊരു തലമുറ അത് കഴിക്കും, ആസ്വദിക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം നമുക്ക് വേണ്ടിയുള്ളതല്ല, നാളെ വരുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. നമുക്ക് മുൻപേ ചിലർ ചെയ്തു, അത് നമ്മൾ അനുഭവിക്കുന്നു. അങ്ങനെയാണ് ലോകത്തിന്റെ മാറ്റം. ഞാനിങ്ങനെ സംശയങ്ങൾ ചോദിക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ? ചോദ്യങ്ങളാണ് നമ്മളെ പുതിയ പുതിയ ലോകത്തിലേക്ക് എത്തിക്കുന്നത്. വേദക്കുട്ടി ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്നെ കുറെ ചിന്തിപ്പിക്കും. എന്റെ അറിവുകളിൽ ഞാനൊന്ന് പരിധി നോക്കട്ടെ, എന്നിട്ടല്ലേ ഉത്തരം പറയാൻ പറ്റൂ. അപ്പോ ഓരോ ചോദ്യവും നമ്മുടെ അറിവിന് കുറച്ചെങ്കിലും കൂട്ടുന്നു എന്നാണ് അതിനർത്ഥം. ഗുരുകുലത്തിൽ എത്ര നാളുണ്ടാവും? അറിയില്ല. സ്വന്തം കാര്യമല്ലേ, അപ്പൊ പിന്നെ എങ്ങനെ അറിയാതിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. വേദക്കുട്ടിക്ക് പതിയെ മനസ്സിലാവും. വരൂ. താൻ മറന്നു എന്നാണ് കരുതിയത്. ഗുരുവിനെ മറക്കാനോ? എങ്കിൽ പിന്നെ ഞാൻ എന്നെ തന്നെ മറന്നു പോകില്ലേ? എവിടെയായിരുന്നു താൻ? ഉത്തരദേശത്ത് ഒരുപാട് അലഞ്ഞു, ഒരുപാട് ക്ഷേത്രങ്ങൾ കണ്ടു, ഗുരുക്കന്മാരുടെ കൂടെ കൂടി. അറിവിന് വേണ്ടിയുള്ള അലച്ചിലല്ലേ? അതല്ലേ വേണ്ടത്? അല്ല, വേദക്കുട്ടി എങ്ങനെ കൂടെ കൂട്ടി? ഏട്ടൻ ഇന്നലെ വന്നതാ. വെളുക്കുന്നത് വരെ കുഞ്ഞിയുടെ കുടിലായിരുന്നു. ഇരുട്ടിൽ കൃത്യമായ വഴിയറിയാതെ നടക്കുകയായിരുന്നു. പെട്ടെന്നൊരു ബഹളം കേട്ടു. ചെന്ന് നോക്കുമ്പോ ഒരു അമ്മയും മകളെയും 1-2 അക്രമികൾ തീ കൊളുത്താൻ ശ്രമിക്കുകയാണ്. അവരെ ഞാൻ അടിച്ചോടിച്ചു. പിന്നെ വെളുക്കും വരെ അവർക്ക് കാവലാകാമെന്ന് കരുതി. നന്നായി. മോളെ, ഗംഗാദത്തൻ വന്നിരിക്കുന്നു. ആ, കണ്ടു. പ്രിയവതയ്ക്ക് സുഖമാണല്ലോ അല്ലേ? ലക്ഷ്യം തെറ്റി അലയാത്തത് കൊണ്ട് സുഖം. വേദക്കുട്ടി നൃത്തമണ്ഡപത്തിലേക്ക് പൊയ്ക്കോളൂ, ചേച്ചി വന്നോളാം. പോട്ടെ ഏട്ടാ. നല്ല കുട്ടിയാണ്. അതെ, ഇതുവരെ പാഠം ചൊല്ലിക്കൊടുത്തതിൽ അതിവിശേഷണങ്ങളുള്ള ഒരു കുട്ടി. ദേശമംഗലത്തെ പൂജാരിയുടെ മകളാണ്. വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഇന്ന് രാത്രി എങ്ങനെയാ? ഇവിടെ തങ്ങുകയല്ലേ? അതെ. മോളെ, ഗംഗാദത്തനുള്ള സൗകര്യങ്ങൾ ഒരുക്കൂ.
ഗുരുവേ, ചോദിക്കുന്നത് കൊണ്ട് മറ്റൊന്നും തോന്നരുത്. പ്രിയമതയ്ക്ക് എന്താണ് ഒരു മ്ലാനത? ഇതുവരെ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. തന്നെ കണ്ടതിന് ശേഷം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോന്ന് നിശ്ചയമില്ല. അതിന് എന്റെ ഭാഗത്തുനിന്ന് തെറ്റൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഞാൻ വെറുതെ പറഞ്ഞതാ. പറയൂ, തന്റെ അനുഭവങ്ങളൊക്കെ കേക്കട്ടെ. എവിടെന്ന് പറഞ്ഞു തുടങ്ങണമെന്നാണ് അറിയാത്തത്. വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു. പ്രകൃതിയുടെ പാഠങ്ങൾ മുൻപ് ചൊല്ലി തന്നിട്ടുണ്ടായിരുന്നല്ലോ. ആ വഴിയിലൂടെ നടന്നൊരു സുഖം. എന്താ വർണ്ണമോള് നിർത്തിയത്? ഗുരുപുത്രി എന്നെ മാത്രമാണല്ലോ ശ്രദ്ധിക്കുന്നത്. വേദ കള്ളച്ചുവടിൽ വെക്കുന്നത് കണ്ടില്ലേ? വേദയുടെ ചുവടുകൾ വർണ്ണമോൾ എങ്ങനെയാണ് കണ്ടത്? എനിക്ക് കണ്ണില്ലേ? എന്റെ ചുവട് തെറ്റിയിട്ടില്ല. വേദക്കുട്ടി സംസാരിക്കണ്ട. വർണ്ണമോളെ, ഞാൻ മുൻപേ പറഞ്ഞിട്ടുണ്ട്, വർണ്ണമോൾക്ക് സ്വന്തം കാര്യത്തിൽ ശ്രദ്ധിക്കാൻ പറ്റാത്തത് അന്യരെ ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ്. വർണ്ണമോള് വർണ്ണമോളുടെ ചുവടുകൾ ശരിയാക്കൂ, എന്നിട്ടാണ് മറ്റൊരാളെ കുറിച്ച് വിമർശിക്കേണ്ടത്. വേദക്കുട്ടി എന്നെ കുറിച്ച് പറയുമ്പോൾ ഗുരുപുത്രി ഇങ്ങനെ പറയാറില്ലല്ലോ. അതെന്ത് ഇവൾക്ക് മാത്രം ഒരു പ്രത്യേകത? നോക്കൂ കുട്ടി, ആദ്യം മനസ്സിൽ നിന്നും അഹങ്കാരം മാറ്റൂ, എന്നാലേ പറഞ്ഞു തരുന്നതൊക്കെ മനസ്സിലാവൂ. ഈ ലോകത്ത് ഞാൻ മാത്രമേ ഉള്ളൂ, എന്റെ കാര്യങ്ങൾ മാത്രമാണ് നടക്കേണ്ടതെന്ന് തീരുമാനിച്ചാൽ അങ്ങനെ ഒരാളെ തിരുത്താൻ ആരെ കൊണ്ടും പറ്റില്ല. എനിക്ക് നിങ്ങൾ രണ്ടുപേരും പ്രിയപ്പെട്ടതാണ്. ആരോടും ഇഷ്ടക്കുറവോ കൂടുതലോ ഇല്ല. പക്ഷേ നിങ്ങളിൽ ഒരാൾ നല്ലത് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് നല്ലത് പറയാനും, നിങ്ങളിൽ ഒരാൾ മോശം കാര്യം ചെയ്യുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കാനും എനിക്ക് പറ്റണം. തുടർന്ന് ചെയ്യൂ. സ്വന്തം ചുവടുകൾ അത് മാത്രം ശ്രദ്ധിച്ചാ മതി. ചെയ്യൂ. പ്രിയമതേ, വരൂ. എന്താ? മറ്റൊന്നും തോന്നരുത്. ക്ഷമ എന്നത് ഞാൻ പഠിച്ചത് പ്രിയമതയുടെ അച്ഛനിൽ നിന്നാണ്. അദ്ദേഹം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതി കണ്ട് ഒരുപാട് അത്ഭുതവും തോന്നിയിട്ടുണ്ട്. ഇവർ കുഞ്ഞുങ്ങളല്ലേ? കുഞ്ഞുങ്ങളോട് കുറച്ചുകൂടി കാരുണ്യമുള്ള രീതിയിലല്ലേ സംസാരിക്കേണ്ടത്? ക്ഷമിക്കണം, എനിക്ക് അറിവ് കുറവാണ്. ഗുരുനാഥന്മാരും കുറവാണ്. ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ടേ ഈ അറിവുണ്ടാകൂ എന്ന അഹങ്കാരവും ഇല്ല. ഞാൻ പറഞ്ഞത് പ്രിയമതയ്ക്ക് ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു. സത്യം പറയാലോ, എനിക്ക് ഒട്ടും ഇഷ്ടായില്ല. ഇവരെന്റെ കുട്ടികളാണ്. എന്റെ വാക്കുകളുടെ മൂല്യവും മൂല്യക്കുറവും അവർക്ക് നന്നായി തിരിച്ചറിയാം. മൂന്നാമതൊരാൾ അത് കേൾക്കണമെന്ന് എനിക്ക് നിർബന്ധവും ഇല്ല. അയാൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നതും ഇഷ്ടമല്ല. എത്ര തളർത്തി പറഞ്ഞാലും ഇതൊരു അഹങ്കാരമാണ്. അങ്ങനെയാണെന്ന് കൂട്ടിക്കോളൂ. എല്ലാവരും അങ്ങേപ്പോലെ മഹാന്മാരാവാൻ പാടില്ലല്ലോ. അച്ഛന്റെ അടുത്തേക്ക് ചെന്നോളൂ. സഞ്ചാരക്കഥകൾ അച്ഛൻ ഇഷ്ടമാണ്, എനിക്കിഷ്ടമല്ല. അമ്മേ, ദേശമംഗലത്തമ്മയുടെ നടയിലെത്തണമെന്നുള്ള അമ്മയുടെ ആഗ്രഹം സാധിച്ചു. ഇതാണ് ക്ഷേത്രം. എന്റെ ദേവി, കാത്തുകാത്തിരുന്ന് ഒടുവിൽ നീ എന്നെ ഇവിടെ എത്തിച്ചല്ലോ. എന്റെ അമ്മേ, എന്റെ അമ്മേ, ദേവി, ദേവി, മഹാമായേ, അമ്മേ, അമ്മേ, ദേവി. ദേശമംഗലത്തുള്ളവര് അല്ലാന്ന് തോന്നുന്നു. അല്ല, ഞങ്ങൾ കുറച്ച് ദൂരെ നിന്നാണ് വരുന്നത്. ഞങ്ങൾ ആഴിമലക്കാരാണ് തിരുമേനി. ഇതെന്റെ മകൻ, എന്റെ മകന്റെ ഭാര്യ. എനിക്ക് വയ്യാതായിട്ട് കുറച്ചു നാളായി.
തീർത്തും കിടപ്പിൽ തന്നെയായിരുന്നു. ഇപ്പോ ഒന്ന് എഴുന്നേറ്റ് നടക്കാനുള്ള പാകമായി. ദേശമംഗലത്തെ അത്ഭുത കഥകൾ ഓരോന്നും കേട്ടോണ്ടിരിക്കുമ്പോ ഈ നടയും ഇവിടത്തെ ദേവീരൂപം തന്നെയായിരുന്നു മനസ്സില്. എനിക്ക് സംശയമില്ല, അമ്മയുടെ ശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് ഇത്രയെങ്കിലും എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റിയത്. അമ്മയുടെ അത്ഭുതങ്ങളെക്കുറിച്ച് നിത്യേന നടയിലെത്തുന്നവർ എന്നോട് പറയാറുണ്ട്. പരമകാരുണ്യവതിയായ അമ്മ ഭക്തരെ കൈവിടില്ല, മനസ്സ് നിറയെ പ്രാർത്ഥിച്ചോളൂ. ദേവിയുടെ രൂപത്തിന് എന്തൊരു ചൈതന്യം! മനസ്സിന് വല്ലാത്തൊരു കുളിർമ വന്നതുപോലെ. സഹദേവ, വഴിപാടുകളൊക്കെ കഴിക്കണം. അതിനെന്താ അമ്മേ, എല്ലാം കഴിക്കാം. അമ്മ വരൂ. എന്റെ അമ്മേ ദേവി. ഇവിടെ ഇരുന്നോളൂ അമ്മേ. ഞങ്ങൾ പോയി വഴിപാട് കഴിച്ച് പ്രസാദം വാങ്ങി വരാം. ഞങ്ങള് കൂടെ ഇരിക്കണോ അമ്മേ? വേണ്ട മോളെ, ഈ നടയിലിരിക്കുമ്പോ അമ്മയ്ക്ക് ഒരു ക്ഷീണവും തോന്നില്ല. നിങ്ങൾ പോയിട്ട് വരും. എന്താടാ? ഒന്നുമില്ല അമ്മേ. എന്നാൽ പോയിട്ട് വാ. അമ്മേ ദേവി മഹാമായേ. എന്താ വൈജയന്തി, എല്ലാം പറഞ്ഞു ഉറപ്പിച്ചതല്ലേ, പിന്നെന്താ ഇങ്ങോട്ട് വരാനാ പറഞ്ഞത്? വാ. അമ്മേ ദേവി മഹാമായേ. എന്തൊരാശ്വാസം ഭഗവാനെ. വേഗം വാ ഇങ്ങോട്ട്. അമ്മേ ദേവി, എന്റെ മോനെ അവന്റെ ഭാര്യയും കാത്തോളണേ, കാത്തോളണേ. എന്തു പറ്റി? അമ്മ നമ്മളെ കാത്തിരിക്കില്ലേ വൈജയന്തി? ഇരിക്കട്ടെ, കുറച്ച് കഴിയുമ്പോ മടുക്കും. അപ്പൊ മനസ്സിലാവും നമ്മൾ തിരിച്ചു ചെല്ലില്ലാന്ന്. അത് എന്റെ അമ്മയാണ്. അതുകൊണ്ട് പോയി തിരിച്ചു കൂട്ടിക്കൊണ്ടുവരണോ? ദേ ഒരു കാര്യം പറയാം, ഇനി അവരെ സഹിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. എത്ര കാലമായി കിടപ്പും ഇരിപ്പും ഞെരങ്ങളുമായിട്ട്. നോക്കി നോക്കി എനിക്ക് മടുത്തു. കാലനാണെങ്കിൽ വരുന്നുമില്ല. എന്റെ ജീവിതം നിങ്ങളുടെ അമ്മയ്ക്ക് വേണ്ടി ഹോമിക്കാൻ പറ്റില്ല. നിന്നെ പ്രസവിച്ച അമ്മയ്ക്കായിരുന്നു ഈ അവസ്ഥയെങ്കിൽ നീ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നോ? ദേ, ഇതിനെ കുറിച്ചൊരു 100 തവണ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞതാ. അമ്മ ജീവിതത്തിൽ ഒരുപാട് സന്തോഷിച്ചു കഴിഞ്ഞതല്ലേ, സുഖിച്ചതല്ലേ. ഇനി അമ്മയ്ക്ക് എന്താ ബാക്കിയുള്ളത്? ഒരു നല്ല മരണം. കൊണ്ടുപോയി ഇരുത്തിയിരിക്കുന്നത് ചെറിയ സ്ഥലത്തൊന്നും അല്ലല്ലോ. അമ്മയ്ക്ക് പ്രിയപ്പെട്ട ദേവിയുടെ നടയിലല്ലേ. അമ്മ നിത്യേന പറയുന്നത് എന്താ? ദേവി കാത്തോളമെന്നല്ലേ. ദേവി കാക്കട്ടെ. അമ്മയ്ക്ക് ഈ നാട്ടിൽ ആരെയും പരിചയമില്ല, ഒരു വഴി പോലും അറിയില്ല. അതിന് വഴി നീളം നടക്കാനും നാട് ഭരിക്കാനൊന്നല്ലല്ലോ നിങ്ങളുടെ അമ്മയെ അവിടെ കൊണ്ടുചെന്നാക്കിയത്. എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഞാൻ എന്റെ സഹോദരന്മാരെ വിളിച്ചു വരുത്തണോ? വേണ്ട. അതെ, ജീവിതം നമ്മൾ ചെറുപ്പക്കാർക്കുള്ളതാ. നിങ്ങളുടെ അമ്മ അത് മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ടാ നമുക്ക് ഇങ്ങനൊരു തീരുമാനം എടുക്കേണ്ടി വന്നത്. എത്രയോ അമ്മമാരും അച്ഛന്മാരും വയസ്സാം കാലത്ത് ദേശാടനത്തിന് ഇറങ്ങി പോകുന്നു. അമ്മയ്ക്കും പോകാമായിരുന്നില്ലേ? ഇതിപ്പോ ഭൂമിക്ക് നമുക്കും ഭാരമായിട്ട് കിടക്കല്ലേ. എന്നെ എന്തൊരു ഇഷ്ടമായിരുന്നു എന്റെ അമ്മയ്ക്ക്. എന്റെ അമ്മ. ഒരു കാര്യം ഞാൻ തീർത്തു പറയാം. അമ്മയുടെ സങ്കടം കണ്ട് തിരിച്ചു പോവുകയും അമ്മയെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരികയോ ചെയ്താൽ ഞാൻ ഇനി വീട്ടിൽ കാലുകുത്തില്ല. നിങ്ങളുടെ കൂടെ ജീവിക്കാനും ഞാൻ തയ്യാറാവില്ല. എന്താ വേണ്ടത്? അമ്മയെ വേണമെങ്കിൽ തിരിച്ചു നടന്നോളൂ. അല്ല, എന്റെ കൂടെ ഒരു ജീവിതമാണ് വേണ്ടതെങ്കിൽ ഇങ്ങോട്ട് നടക്കാം. അമ്മ നിങ്ങളെ ശപിക്കൊന്നുമില്ല. നിങ്ങൾ നോക്കിക്കോളൂ, ഇങ്ങനൊരു അവസ്ഥയിൽ അമ്മ ആനന്ദിക്കുകയേ ഉള്ളൂ. ആ, ദേശമംഗലത്തമ്മയ്ക്ക് അത്ഭുതശക്തി ഉണ്ടെന്നല്ലേ പറയുന്നത്. അമ്മയുടെ കാര്യത്തിൽ അത്ഭുതശക്തി കാണിക്കട്ടെ. വരാനല്ലേ പറഞ്ഞത്? പൂർവജന്മത്തിലെ പ്രവൃത്തികളുടെ ആകത്തുകയാണ് നമ്മുടെ ഇപ്പോഴത്തെ ജന്മമെന്ന തന്റെ തർക്കം ശരിയാണ്. പക്ഷേ അത് മാത്രമല്ല അടിസ്ഥാനം. ഈ ജന്മത്തിൽ ചെയ്തു കൂട്ടുന്ന പാപപുണ്യങ്ങൾ അടുത്ത ജന്മത്തിനെ നിയന്ത്രിക്കുന്നു. അതിൽ കൂടുതൽ എന്താണുള്ളത്?
ഒരു ഗുരുവിൽ നിന്നും അതിനേക്കാൾ വിശേഷിച്ച് ഒരു ഉത്തരവും എനിക്ക് കിട്ടിയിട്ടില്ല. അത്തരമൊരു ചോദ്യം താൻ ചോദിച്ചിട്ടും ഉണ്ടാവില്ല. തന്നെ പോലെ ഒരാളിൽ നിന്നും അത്തരമൊരു ചോദ്യം അവർ പ്രതീക്ഷിച്ചിട്ടും ഉണ്ടാവില്ല. മനുഷ്യന് 3 അടിസ്ഥാന ഗുണങ്ങളാണുള്ളത്: സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. അതിൽ തന്നെ ഒന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്: തമോ ഗുണമുള്ള ഒരാൾക്ക് അയാളുടെ പ്രവൃത്തി നന്നാക്കുന്നതിലൂടെ സത്വഗുണം ആർജിക്കാനും നല്ല മനുഷ്യനാവാനും പറ്റും. അതുപോലെ തന്നെ തിരിച്ചുമാവാം. സത്വഗുണത്തോടെ ജനിച്ചു എന്ന് പറയുന്ന ഒരാൾ ഇരുട്ട് നിറഞ്ഞ വഴിയിലൂടെയാണ് നടക്കുന്നതെങ്കിൽ അയാളിൽ തമോ ഗുണം കൂടുകയും അയാൾ അധപ്പതിച്ചവനായി മാറുകയും ചെയ്യും. ഈ അടിസ്ഥാന പ്രമാണങ്ങൾ നോക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്: നമ്മുടെ ഈ ജന്മം കഴിഞ്ഞ ജന്മത്തിന്റെ കൂലി എന്ന് വിശ്വസിക്കുന്നതിനേക്കാൾ നല്ലത് ഈ ജന്മത്തിലെ നല്ല പ്രവർത്തികൾക്കുള്ള ഒരു ഇടമായി കണ്ടാൽ മതി. അങ്ങനെയാണെങ്കിൽ ജാതി വേർതിരിവുകൾക്ക് എന്താണ് അടിസ്ഥാനം? അതും ദൈവ തീരുമാനം തന്നെയല്ലേ? തെറ്റാണ്. ഭൂമിയിലെ സർവചരാചരങ്ങൾക്കും അധിപനായ ദൈവത്തിന്റെ മുന്നിൽ എല്ലാവരും സമന്മാരാണ്. പക്ഷേ മനുഷ്യന്റെ അടിസ്ഥാന തത്വം സ്വാർത്ഥതയാണ്. മറ്റുള്ളവരെ പോലെയാണ് താനെന്ന് പലരും വ്യാഖ്യാനിക്കുന്നതാണ് ഏറ്റവും വലിയ മണ്ടത്തരം. അറിവുകൾ കൂടിക്കൂടി വരുന്നതിനനുസരിച്ച് ചില നല്ല കാര്യങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കാൻ തുടങ്ങുന്നു. ഒരു കാര്യം ഗംഗാദത്തൻ മനസ്സിലാക്കിക്കൊള്ളു: നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിന് 10 വഴികൾ നമ്മുടെ മുന്നിലുണ്ടാകും. 10 വഴികളിലൂടെയും സഞ്ചരിച്ച് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയും. പക്ഷേ 10ൽ ഒരു വഴിയിൽ മാത്രമാണ് ദൈവം വരച്ച വരയുള്ളത്. അത് കണ്ടെത്തുക എന്നുള്ളതാണ് അറിവിന്റെ സമ്പൂർണമായ ലക്ഷണം. മോളെ, ദേശസഞ്ചാരം ഒത്തിരി നടത്തിയിട്ടും ചില ബാലപാഠങ്ങൾ ഇയാളുടെ തലയിൽ കയറിയിട്ടില്ല. അത് പറഞ്ഞു കൊടുക്കുകയായിരുന്നു ഞാൻ. അച്ഛൻ കൂടെ കൂടെ പറയാറില്ലേ, ബുദ്ധിയുടെ കവാടങ്ങൾ അടച്ചിട്ടിരിക്കുന്നവരോട് എത്ര വേദാന്തം പറഞ്ഞിട്ടും കാര്യമില്ലെന്ന്. അലങ്കാരത്തിന് വേണ്ടി അറിവ് അന്വേഷിച്ച് നടക്കുന്നവർ ഒരുപാട് പേരുണ്ട്. വിദ്വാനെന്നൊക്കെ ആളുകളെ കൊണ്ട് പറയിപ്പിക്കാനാകുമായിരിക്കും. പക്ഷേ നമ്മൾ അങ്ങനെ ആണോ എന്ന് സ്വയം ചിന്തിക്കുകയല്ലേ വേണ്ടത്?